ഒരു പ്രോ ട്രംപിസ്റ്റും ആൻറ്റി ട്രംപിസ്റ്റും നമുക്കൊപ്പമുണ്ട്. ഇദ്ദേഹത്തിന് ഒരു 2 പെഗ് കൊടുത്തുകൂടെ നിങ്ങൾക്ക് ഈ നടപടികളൊന്ന് തീർക്കാനായിട്ട്? നല്ല ബ്രാൻഡ് ഞാൻ പറഞ്ഞുതരാം. 3 ഭാര്യമാരിൽ എത്ര മക്കളുണ്ട്? എനിക്ക് തോന്നുന്നു 6 മക്കളുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒഫീഷ്യലി അത്രേ ഉള്ളൂ. അല്ല ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ ഒഫീഷ്യലി ആണെങ്കിലും അൺഒഫീഷ്യലി ആണെങ്കിലും അദ്ദേഹം നല്ലവനായ ഉണ്ണിയായിരിക്കട്ടെ എപ്പോഴും. ഈ നല്ലവനായ ഉണ്ണിക്ക് ഒരു 2 ദിവസം മുമ്പ് ഒരു പ്രസ് കോൺഫറൻസ് നടത്തുക. ഇദ്ദേഹം ആദ്യം വായെടുത്ത് പറയുന്നത്, നിങ്ങൾക്ക് എന്നോട് എന്ത് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാം, തീർച്ചയായിട്ടും ഞാൻ ഇവിടെ നിന്ന് ആൻസർ തരും. യു ക്യാൻ ആസ്ക് മീ അബൌട്ട് സെക്സ്, ഐ എം ആൻ എക്സ്പെർട്ട്, ഐ ക്യാൻ. അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആ ഇന്റർവ്യൂ ജെഫ്രി എപ്സ്റ്റീന്റെ ഫയലുകൾ അതിന്ന് മാറ്റാൻ വേണ്ടി ഈ ട്രംപച്ചായം കളിച്ച ഒരു കളിയാണോ ഇറാൻ വാർ എന്ന് പലപ്പോഴും പലരും പറയുന്നുണ്ട്. നിങ്ങളിവിടെ അന്തംഗമ്മികൾ പിന്നെ ജസ്റ്റിഫിക്കേഷൻ പറയുന്ന പോലെ വെറുതെ പറയല്ലേ, അതിനെ ന്യായീകരിക്കാനാ. ലോകത്ത് മുഴുവൻ ബോംബിട്ടും എണ്ണ കുഴിക്കാൻ പോയും അതിർത്തി പ്രശ്നത്തിൽ ഇടപെട്ടും മൊത്തം കുളമാക്കി ചളമാക്കി ഇങ്ങനെ നിന്നിട്ട് ഒരു 80 വയസ്സുള്ള ഈ വല്യപ്പൻ ഡാൻസ് ചെയ്യാം പത്രക്കാരുടെ മുമ്പ് എന്നിട്ട് നിങ്ങൾക്ക് എന്നോട് സെക്സിനെ പറ്റി ചോദിക്കാമെന്ന് പറയുന്നതിന്റെ ഒരു വിരോധാഭാസം. നിങ്ങൾ കണ്ടിട്ടുള്ളത് വൈകിട്ട് 6 മണിക്ക് വന്ന് ഇങ്ങനെ മസിൽ പിടിച്ചിരുന്ന് വായിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ കഴിഞ്ഞ 10 വർഷം കണ്ട നിങ്ങൾ? അമേരിക്കയിലെ ഡെമോക്രാറ്റുകൾ ഇവിടുത്തെ അന്തം കമ്മികളെക്കാട്ടിൽ കഷ്ടമാണെന്ന് ഞാൻ പറയുമ്പോൾ അതിന് തീർച്ചയായിട്ടും ഒരു കാര്യമുണ്ടെന്ന് വെച്ചത്. നിങ്ങൾ കണ്ടിട്ടുള്ളതേ ഉള്ളൂ. 80ാമത്തെ വയസ്സിൽ നിങ്ങൾ എടുക്കുന്നതിനെക്കാട്ടി കൂടുതൽ പണിയാണ് എടുക്കുന്നുണ്ട്. 5 മണി നിങ്ങൾ എത്ര മണിക്കൂർ ഒരു ദിവസം ഉറങ്ങും? പറഞ്ഞു. ജെഫ്രി എപ്സ്റ്റീന്റെ ഫയലുകൾക്ക് എന്ത് സംഭവിച്ചു? ജെഫ്രി എപ്സ്റ്റീന്റെ ഫയൽ. ABC ടോക്കിലേക്ക് സ്വാഗതം. ഒരു പ്രോ ട്രംപിസ്റ്റും ആൻറ്റി ട്രംപിസ്റ്റും നമുക്കൊപ്പമുണ്ട്. ഇന്ന് നമ്മളുടെ വിഷയം അമേരിക്കയാണ്. ശ്രീ ഷാജൻ അലക്സാണ്ടർ, ജോർജിയയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഗ്രാസ് റൂട്ട് സ്ട്രാറ്റജിസ്റ്റാണ്, മലയാളിയാണ്. നമസ്കാരം. നമസ്കാരം. ഇന്ത്യൻ ബിസിനസ്, സിനിമ മേഖലകളിൽ നിൽക്കുന്ന നമ്മളുടെ പ്രിയപ്പെട്ട ശ്രീ ജോളി ജോസഫ്. ജോളിച്ച നമസ്കാരം. നമസ്കാരം. ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, പലയിടത്തും വായിച്ചു കേട്ടിട്ടുണ്ട്. ട്രംപച്ചായൻ്റെ ആ എൻറ്റയർ ഫാമിലി കുടിക്കത്തില്ല, വലിക്കത്തില്ല, ടാറ്റു ഇല്ല, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ഫാമിലി അല്ല അത്. അവർ നിർബന്ധപൂർവം, ആചാരപൂർവം അവർ അനുവർത്തിക്കുന്ന ഒരു നിയമമാണ് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ നടപടികൾ കളിക്കുമ്പോൾ ജോലിച്ച ഞാൻ ഒന്ന് ഇടയ്ക്ക് ഇടപെട്ടെ. ചോദിച്ചോളൂ. എന്താ സംഭവിച്ചത്? ട്രംപിനെ പറ്റി നല്ലത് പറയുന്നത്? തീർച്ചയായിട്ടും നല്ലത് ചെയ്താൽ നല്ലതെന്ന് ഞാൻ പറയും. പക്ഷെ എനിക്ക് അറിയാത്തൊരു കാര്യമുണ്ട്. എൻ്റെ ഒരു വിശ്വാസം അനുസരിച്ച് ഇദ്ദേഹത്തിന് ഒരു 2 പെഗ് കൊടുത്തുകൂടെ നിങ്ങൾക്ക് ഈ നടപടികളൊന്ന് തീർക്കാനായിട്ട്? നല്ല ബ്രാൻഡ് ഞാൻ പറഞ്ഞുതരാം. മദ്യപിക്കാത്തതാണ് പ്രശ്നം എന്നാണ്. അല്ല, ഞാൻ ജോളിച്ചാന്റെ ചോദ്യമായിട്ട് കണക്ട് ചെയ്തൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ അമേരിക്കൻസിനെ സംബന്ധിച്ച് അവര് ഈ ഫാമിലി ട്രീ ഒന്നും വലുതായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കാത്ത ആൾക്കാരാണ്. കൂടിപ്പോയാൽ 2 ജനറേഷൻ. അതിൽ കൂടുതൽ ട്രംപിന്റെ ഫാമിലി ഇതൊരു റിച്ച് ബിസിനസ് ഫാമിലിയാണ്. അവർ അത്ര വലുതായിട്ട് ആ ഫാമിലി ട്രീ ഈ പറയുന്ന പോലുള്ള പോളിസീസ് അല്ലെങ്കിൽ അതിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടല്ലേ? അതെന്താണെന്നറിയോ, അദ്ദേഹത്തിന്റെ ഫാമിലിയിൽ ഒരു ഈ ആൽക്കഹോളിക് ഹിസ്റ്ററി ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ പിതാവ് ഒരു ആൽക്കഹോളിക് ആയിരുന്നു. ഈ എംപയർ മുഴുവൻ ഉണ്ടാക്കിയ പുള്ളിയാണ്. അതെ, അദ്ദേഹം ഫാദർ ഒരു ആൽക്കഹോളിക് ആയിരുന്നു. അപ്പൊ ട്രംപ് അത് കണ്ടാണ്. നമ്മൾ ഈ പ്രസിഡന്റ് ട്രംപിനെ ലോകം മുഴുവൻ ഇപ്പൊ കാണുന്നത്, ലോകം മുഴുവൻ ഞാൻ പറയത്തില്ല, അദ്ദേഹത്തിന്റെ വിരോധികൾ, ട്രംപ് വിരോധികൾ മുഴുവനും, ഈ ജോളി ജോസഫിനെ പോലുള്ള ട്രംപ് ഹെയ്റ്റേഴ്സ് അദ്ദേഹത്തിനെ ഒരു വില്ലനായിട്ടാണല്ലോ കാണുന്നത്. അത് അദ്ദേഹം പ്രസിഡന്റ് ആയതിനു ശേഷമാണ് കേട്ടോ. പ്രസിഡന്റ് ആകുന്നതിന് മുമ്പുള്ള ട്രംപ് ഒക്കെ ഇവരുടെ പുരുഷനായിരുന്നു. കച്ചവടക്കാരൻ മാത്രമല്ല, ഈ മിസ് യൂണിവേഴ്സ് പോലുള്ള ഇവർക്ക് ഇഷ്ടമുള്ള ടോപ്പിക്കുകളൊക്കെ ഹാൻഡിൽ ചെയ്തിരുന്ന ആളെന്നുള്ള നിലയിൽ ഇദ്ദേഹത്തെ ഇവർക്കൊക്കെ വലിയ കാര്യമായിരുന്നു. അത് നിങ്ങൾ ഒന്ന് ഹിസ്റ്ററി നോക്കിയാൽ മതി. പ്രസിഡന്റ് ട്രംപിന്റെ പ്രസിഡൻസിക്ക് മുൻപുള്ള ട്രംപ് കാലഘട്ടത്തിൽ എല്ലാവർക്കും അപ്രന്റീസ് എന്ന് പറഞ്ഞ ഒരു ഷോ ഓർക്കുന്നില്ലേ, കണ്ടിട്ടില്ലേ? അപ്പൊ അതൊക്കെ അന്ന് അദ്ദേഹത്തെ ഇങ്ങനെ ഒരു എല്ലാവരുടെയും ഒരു ആരാധനാ പുരുഷനായിരുന്നു. എനിക്ക് ഞാൻ പേര് പറയില്ല, കേരളത്തിലെ ഒരു ഉന്നത രാഷ്ട്രീയക്കാരന്റെ ഭാര്യ എനിക്കറിയാവുന്ന എൻ്റെ ഒരു സുഹൃത്താണ്.
അവർ പോലും ട്രംപ് എന്ന് പറയുന്നത് ട്രംപിനെ അവർക്ക് ഭയങ്കര ആരാധനയാണ്. അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. പിന്നെ അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ ആൽക്കഹോളിക് പുള്ളിയുടെ ഫാമിലിയിൽ അത് കണ്ട അദ്ദേഹം പ്രസിഡന്റ് ട്രംപ് എടുത്ത ഒരു തീരുമാനമാണ്, അദ്ദേഹം പിന്നെ മദ്യപിക്കില്ല, ഡ്രഗ്സ് യൂസ് ചെയ്യത്തില്ല, സിഗരറ്റ് വലിക്കില്ല. അതുപോലെ തന്നെ അദ്ദേഹം മക്കൾക്ക് കൊടുത്ത ഒരു ഉപദേശമാണ് ടാറ്റൂസ് പാടില്ല. അത് ലോകം അറിഞ്ഞത് എങ്ങനെയാണെന്ന് പറഞ്ഞാല് ഇദ്ദേഹത്തിന്റെ ഇളയ മകനുണ്ട് ബാരൻ ട്രംപ് കുട്ടിയായിരുന്ന സമയത്ത് ഒരു ദിവസം സ്കൂളിൽ പോകാനായിട്ട് മകനെ ഭാര്യയും ഭർത്താവും കൂടെ പറഞ്ഞു വിടുകയാണ്. അന്ന് അദ്ദേഹം പ്രസിഡന്റ് അല്ല. ട്രംപ് ടവറിൽ അവർ താമസിക്കുന്ന സമയത്ത് സ്കൂളിൽ പോകുമ്പോൾ ഒരു ബാഗിനകത്തിൽ ബുക്കും ഒക്കെ അദ്ദേഹം അടുത്ത് വിളിച്ച് നിർത്തിയിട്ട്, എന്താണ് സ്കൂളിൽ പോകുമ്പോൾ നീ എന്തൊക്കെയാണ് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ബാരൻ ട്രംപിനോട് പുള്ളി പറഞ്ഞു കൊടുക്കുകയാണ്, ഇംഗ്ലീഷ്, മാത്സ്, സയൻസ്, ഓൾ സ്ട്രേറ്റേഴ്സ്, അതാണ് ഡൂസ്. ഡോൺസ് എന്താണ്, എന്തൊക്കെ ചെയ്യരുതെന്ന് പറയുമ്പോൾ പുള്ളി പറയും നോ ടാറ്റൂസ്, നോ ഡ്രഗ്സ്, നോ ഡ്രിങ്ക്. അപ്പോഴാണ് ആ ഒരു കാര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ മക്കളാരും അവരാരും ഇങ്ങനെയുള്ള ഒരു രീതിയിൽ എന്താ പറയുക, ഈ ഡ്രഗ് അബ്യൂസ് അല്ലെന്നുണ്ടെങ്കിൽ ആൽക്കഹോൾസ് ഒന്നും ഉപയോഗിച്ചതായിട്ട് ഒരിടത്തും ഇല്ല. 3 ഭാര്യമാരിൽ എത്ര മക്കളുണ്ട്? എനിക്ക് തോന്നുന്നു 6 മക്കളുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒഫീഷ്യലി അത്രേ ഉള്ളൂ. അല്ല ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ ഒഫീഷ്യലി ആണെങ്കിലും അൺഒഫീഷ്യലി ആണെങ്കിലും അദ്ദേഹത്തിന് അതായിക്കോട്ടെ, അത് അദ്ദേഹത്തിനുണ്ടായ ഒരു മക്കളെയും പുള്ളി ഈ എന്താ പറയാ നശിപ്പിച്ച് കളഞ്ഞിട്ടില്ല. ഗ്യാരണ്ടി ആ കാര്യത്തിൽ. ഇനി അദ്ദേഹത്തിന് ഒഫീഷ്യലി ആണെങ്കിലും അൺഒഫീഷ്യലി ആണെങ്കിലും ഒരു പിന്നെ ഇടത്ത് പോലും പുള്ളി അബോർഷൻ നടത്തിയിട്ട് ഒരു മനുഷ്യ ജീവൻ പോലും പുള്ളി കൊന്നു കളഞ്ഞിട്ടില്ല. അത് ഒരു സംശയം വേണ്ട. അല്ലെ അമേരിക്കൻ ജനതയ്ക്ക് അറിയാല്ലേ ട്രംപിന് മറ്റു മക്കളുണ്ടെന്ന്? അത് മറ്റു മക്കളുണ്ടെങ്കിൽ അദ്ദേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം വളർത്തുന്നുണ്ടായിരിക്കും. അല്ലാതെ ചിലരുടെ കൂട്ട് പിന്നെ ഉണ്ടാക്കിയിട്ട് കളഞ്ഞു കളയുന്ന ഒരു പരിപാടി പുള്ളി കാണിച്ചിട്ടില്ല. അത് ഗ്യാരണ്ടിയാണ്. അപ്പൊ അല്ലല്ലോ, ഒരു കാര്യം കൊച്ചിന്റെ കുടുംബക്കാരെ ചോദിച്ചിട്ട് കേൾക്ക് തരാം, വലിച്ചിടാനുള്ള ചാൻസ് തരാം. ഈ ട്രംപും 3ാമത്തെ ഭാര്യയും തമ്മിൽ എത്ര വയസ്സ് വ്യത്യാസമുണ്ട്? മെലാനിയ ട്രംപും പ്രസിഡന്റ് ട്രംപും തമ്മിൽ എനിക്ക് തോന്നുന്നത് ഒരു 10-23 വയസ്സിന്റെ വ്യത്യാസം കാണും. 20 അത്രയൊക്കെ ഉള്ളൂ. 79 ആകുന്നു. എക്സാക്ട്ലി നോക്കണം. മെലാനിയ ഷീസ് ഇൻ ഹർ 50s. മിഡ് 50s. അതൊക്കെ അങ്ങ് പുള്ളിക്കാരി ഷീ മെയിൻറ്റെയിൻസ് ഹെർസെൽഫ്. നിങ്ങൾ അസൂയപ്പെട്ടിട്ട് അതിനകത്ത് കാര്യമുണ്ട്. പക്ഷെ എനിക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ ട്രംപിന്റെ അച്ഛൻ, അതായത് ട്രംപ് 80 വയസ്സിലെത്തി നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. ട്രംപിന്റെ അച്ഛൻ ജീവിച്ചിരുന്ന ഒരു കാലത്ത് നിന്ന് ട്രംപിന്റെ സഹോദരങ്ങളും സഹോദരിമാരും ഇവരെല്ലാം ഇവരുടെ ഈ ഒരു പോളിസി കീപ്പപ്പ് ചെയ്ത് ജീവിക്കുന്നു എന്നാണ്. ഇല്ല, ഞാൻ പ്രസിഡന്റ് ട്രംപിന്റെ എക്സ്റ്റെൻഡഡ് ഫാമിലി, പ്രസിഡന്റ് ട്രംപിന്റെ ഫാമിലി, അദ്ദേഹത്തിന്റെ മക്കൾ, അവരുടെ ഭാര്യമാര്, ആ ഒരു ഫാമിലി ട്രീ അല്ലെങ്കിൽ ആ ഒരു ഫാമിലി ലൈൻ, ഒരു ഫസ്റ്റ് ജനറേഷൻ പ്രസിഡന്റ് ട്രംപിന്റെ ഫാമിലി, അദ്ദേഹത്തിന്റെ മക്കള്. ഇപ്പം ഡൊണാൾഡ് ജൂനിയറും എറിക് ട്രംപും ബാരൻ ട്രംപും, അവർ 3 മക്കളാണ്. അപ്പൊ ഈ പ്രസിഡന്റ് ട്രംപിന്റെ സോഷ്യൽ മീഡിയയുടെ ഒരു മേജർ റോള് ബാരൻ ട്രംപിനാണ്. ഇപ്പം ഒരു വെരി യങ് ഗൈ. അപ്പം കാരണം മെലാനിയയുടെ ആ ബന്ധത്തിലുണ്ടായ മകനാണ്. അപ്പൊ അവരുടെ ആ ഒരു ഫാമിലി ട്രീയില് ഇവരാരും അങ്ങനെയുള്ള ഒരു ഡ്രഗ് അബ്യൂസ്, ആൽക്കഹോൾ അബ്യൂസ് അവർ ചെയ്തിട്ടില്ല. ഓക്കെ, അതെന്തായാലും ട്രംപ് ലോകത്തിന് കൊടുക്കുന്ന ഒരു വലിയ നല്ല മെസ്സേജാണ്. അപ്പോൾ ജോളിച്ചൻ ചോദിക്കുന്ന ചോദ്യം അല്ല എൻ്റെ പ്രശ്നം. ഓക്കെ, അദ്ദേഹം നല്ലവനായ ഉണ്ണിയായിരിക്കട്ടെ എപ്പോഴും. ഈ നല്ലവനായ ഉണ്ണിക്ക് ഒരു 2 ദിവസം മുമ്പ് ഒരു പ്രസ് കോൺഫറൻസ് നടത്തുക വൈറ്റ് ഹൗസിൽ. ലോട്ട് ഓഫ് ലോകത്തിൻ്റെ പല സ്ഥലത്തു നിന്നുള്ള പത്രപ്രതിനിധികൾ അവിടെ ഉണ്ട്. അദ്ദേഹം മൈക്കിൽ എടുത്തിട്ട് പറഞ്ഞു, സി ഐ എം എ ഡിഫറെന്റ് ഗായ്. പുള്ളിയുടെ ഒരു ഡാൻസ് ഒക്കെ കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞു, അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ഒരു സാധനത്തിൽ പറഞ്ഞിട്ടുണ്ട്, സി മലയാളീകരിച്ച് പറയാം, നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാതിരിയുള്ള ആളല്ല ഞാൻ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാതിരിയുള്ള ആളെന്നല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാതിരിയുള്ള സാധാരണ രാഷ്ട്രീയക്കാരെ പോലെ അല്ല. അപ്പോ ലോക രാഷ്ട്രീയക്കാരെ പോലെ അല്ല, ഞാൻ വിഭിന്നനാണ്. അതെ, നിങ്ങൾക്ക് എന്നോട് എന്ത് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാം, തീർച്ചയായിട്ടും ഞാൻ ഇവിടെ നിന്ന് ആൻസർ തരും. അത് ചിലരൊക്കെ കുത്തി പറയുന്ന മാതിരി എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇത് ആദ്യം വായെടുത്ത് പറയുന്നത്, ഫോർ എക്സാമ്പിൾ യു ക്യാൻ
ask me about sex, I'm an expert. I can അങ്ങനെ explain. പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആ ഇന്റർവ്യൂ ഞാൻ കണ്ടു. ഒഫീഷ്യലി 3 ഭാര്യമാരുള്ള ഒരാൾ അതിൽ എക്സ്പെർട്ട് ആയിരിക്കും. അല്ല, അതായിരിക്കും. അല്ല, ഞാൻ പറയുന്നത് അത് അവിടെ നിൽക്കട്ടെ. ഒരു വലിയ പ്രശ്നം നടക്കുക ഇറാനിലുമാരുള്ള ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും കൂടുതൽ യുദ്ധം നടക്കുമ്പോൾ അതിനെക്കുറിച്ച് ബ്രീഫ് ചെയ്യാമെന്ന് പ്രസിഡന്റ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈ പ്രസിലെ ആൾക്കാരോട് പറയുന്നത് ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫോർ എക്സാമ്പിൾ, യു ആസ്ക് മീ എനിത്തിങ് ആൻഡ് ഇൻക്ലൂഡിങ് സെക്സ് എന്ന് പറയുന്ന ലാഘവത്തോടെ എടുക്കേണ്ട ഒരു കാര്യമാണോ മിഡിൽ ഈസ്റ്റിലെ പ്രോബ്ലം ഹാൻഡിൽ ചെയ്യുന്നത്? അല്ല, ആ ചോദ്യം എനിക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ചോദിക്കാം. ഹോർമുസ് കടലിടുക്ക് പുള്ളി ഇടപെട്ട് കുഴപ്പമാക്കി നാശാക്കി വെച്ചിരിക്കും. വീണ്ടും കുഴപ്പമാക്കി. ഇറാനെ ആക്രമിച്ച് നാശമാക്കി വെച്ചിരിക്കും. അമേരിക്ക ഇസ്രയേലിനോട് ചേർന്നിട്ട് ജോർദാനി പ്രശ്നം, ഹിസ്ബുള്ള പ്രശ്നം, ഇപ്പുറത്ത് പ്രശ്നം, ഇതെല്ലാം പോരാഞ്ഞിട്ട് റഷ്യയും ഉക്രൈനും കൂടുള്ള അടിയിൽ ഉക്രൈനെ ഇപ്പുറത്തൊരു രക്തസാക്ഷിയെ പോലെ നിർത്തിയിട്ട് അമേരിക്ക സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെ മുഴുവൻ ചരക്ക് താഴേക്ക് വലിച്ചിട്ടു ഓൾറെഡി. ലോകത്തെ പല സ്ഥലത്തും ഈവൻ സോപ്പ് നിർമ്മാണം മുതൽ തുണി കച്ചവടം മുതൽ രാസവസ്തുക്കളുടെ കച്ചവടം തുടങ്ങി എല്ലാം ഏകദേശം കുഴച്ചു മറിച്ചൊരു പരുവമാക്കി വെച്ചിട്ട് പുള്ളി പത്രക്കാരുടെ അടുത്ത് വന്നു നിന്നിട്ട് മറ്റു രാഷ്ട്രീയക്കാരനെ പോലെയല്ല ഞാൻ, നിങ്ങൾക്ക് എൻ്റെ ലൈംഗികമായ ചോദ്യങ്ങൾ ചോദിക്കാമെന്ന് പറയുന്ന വേൾഡ് പോലീസ് കളിക്കുന്ന അമേരിക്കയുടെ പ്രസിഡന്റിന്റെ അവസ്ഥയാണ് അങ്ങനെ ഒന്ന് പറഞ്ഞു തരേണ്ടത്. അതല്ല, അതിനകത്തില് അത് ആ നിലയിലുള്ള ഒരു ഉത്തരവല്ല. അദ്ദേഹം അത് ബ്രീഫിങ് കഴിഞ്ഞല്ലോ. ബ്രീഫിങ് വളരെ പത്രക്കാർക്ക് ആവശ്യമുള്ള ബ്രീഫിങ് കഴിഞ്ഞു. എന്നിട്ട് പുള്ളി പറയാണ്, ഞാനൊരു 2-3-4 ചോദ്യങ്ങൾക്കുള്ള ടൈമുണ്ട്. യൂഷ്വലി പ്രസിഡന്റ് ട്രംപ് ബ്രീഫിങ് കഴിഞ്ഞേച്ച് സമയം കൊടുക്കും. അത് പല രാഷ്ട്രീയക്കാർക്കും ഇല്ലാത്ത ഒരു കാര്യമാണ്. അതിനകത്തിൽ അത് അദ്ദേഹത്തിന്റെ ഗട്ട്സിനെ പ്രൂവ് ചെയ്യുന്ന ഒരു കാര്യം. അതായത് ഓഫ് ദ ഹുക്ക് യു ആസ്ക് മീ എനിത്തിങ്. നിങ്ങൾ ആ ഒരു വാക്ക് പുള്ളി പറഞ്ഞു. നിങ്ങൾ ട്രംപിനെ ട്രംപായിട്ട് കാണണം. ട്രംപ് ഒരു വളരെ, ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള വളരെ പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി അല്ല അദ്ദേഹത്തിന്. അപ്പം ഞാൻ ആദ്യം ഈ ജോളി ജോസഫിന്റെ ചോദ്യത്തിന് മറുപടി പറയാം. അപ്പൊ അത് നമുക്ക് അത് രണ്ടാമതായിട്ട് ഞാൻ പറയാം. അപ്പൊ പുള്ളി ഇത് പറയുന്നത്, നിങ്ങൾ ഇതെന്നോട് ചോദിക്കുന്നില്ല. പുള്ളി പറയുന്നത് എന്ത് ചോദ്യവും നിങ്ങൾ എന്നോട് ഓഫ് ദ ഹുക്കിൽ ചോദിച്ചോളൂ. അത് ഇറാന്റെ കാര്യമാണ്. അപ്പൊ പുള്ളി അതിന്റെ ഏറ്റവും എന്താ പറയുക, ഒരു ലൈറ്റസ്റ്റ് മോഡിൽ പറഞ്ഞാണ്, ഈവൻ ഇഫ് യു ആസ്ക് അബൌട്ട് സെക്സ് ഐ വിൽ ആൻസർ. അതിനകത്തിൽ അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. അപ്പൊ അതിനകത്തിൽ എന്തും ചോദിക്കാം. ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് നോബഡി ഈസ് ഗോയിങ് ടു ആസ്ക്. അപ്പൊ പുള്ളി അതിനെ ആ നിലയിൽ അങ്ങ് പ്രസന്റ് ചെയ്താണ്. ദാറ്റ്സ് ഹിസ് വേ ഓഫ് ടോക്കിംഗ്. അതിനകത്തിൽ പിടിച്ചു വെച്ച് എഴുതി വെച്ച് വായിക്കുന്ന ഒരു ശൈലിയൊന്നുമില്ല. അത് തന്നെയാണല്ലോ പുള്ളിക്ക് ഇത്രയും വിരോധികളെ ഉണ്ടാക്കി കൊടുത്തത്. പക്ഷേ ഇത്രയും വിരോധിയുള്ള ഒരു കാര്യത്തിൽ നിങ്ങൾ ഓർത്തോണം, US ഇലക്ഷനിൽ ഇപ്പോൾ പോലും പ്രസിഡന്റ് ട്രംപ് നടത്തിയ എൻഡോഴ്സ്മെന്റിൽ 8 പേര് മത്സരിച്ചു. ഗവർണർ സ്ഥാനത്തേക്ക് 8 പേരും ജയിച്ചു. റിപ്പബ്ലിക്കൻ പ്രൈമറിയിൽ 101 സ്ഥാനാർത്ഥികൾ, 100-ലധികം സ്ഥാനാർത്ഥികൾ ഹൗസിലേക്ക് മത്സരിച്ചു. സ്റ്റേറ്റ് ഹൗസുകളിലേക്ക് മത്സരിച്ചു. പ്രസിഡന്റ് ട്രംപ് എൻഡോഴ്സ് ചെയ്തത് ആ 100 പേരിലധികം എത്ര പേരെ എൻഡോഴ്സ് ചെയ്തു അത്രയും പേരും ജയിച്ചു. അതുപോലെ കോൺഗ്രഷണൽ മെമ്പേഴ്സ് പുള്ളി എൻഡോഴ്സ് ചെയ്ത്. അപ്പൊ ഇപ്പോഴും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നത് പുള്ളി ഈ പറയുന്ന കാര്യങ്ങളുടെ മെറിറ്റ്സോ ഡിമെറിറ്റ്സോ എടുത്തിട്ടല്ല. US ആളുകളെ സംബന്ധിച്ചിടത്തോളം, എന്നിട്ട് പുള്ളി തന്നെ പറയുന്നുണ്ട്, ഒരുപക്ഷെ ഇത് ജനറൽ ഇലക്ഷനിൽ ബാധിച്ചേക്കാം. ഇപ്പോൾ ഉള്ള ഈ ഇഷ്യൂസ് ജനറൽ ഇലക്ഷനിൽ ബാധിച്ചേക്കാം. ബട്ട് ഐ എം നോട്ട് വറീഡ് അബൌട്ട് ദാറ്റ് റൈറ്റ് നൗ. ഇപ്പം എനിക്കതിനെക്കുറിച്ച് അത്ര വറിയില്ല. കാരണം ഇപ്പം എൻ്റെ മുൻപിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ പറഞ്ഞ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ്. എന്താണ്? ഹോർമൂസിൽ ബ്ലോക്കേഡ് ഉണ്ടാക്കി, ഇറാനിൽ അറ്റാക്ക് ചെയ്തു, പിന്നെ ഈ പറഞ്ഞ ഹിസ്ബുള്ള, ഹമാസ് പോലുള്ള പ്രോക്സീസിനെ, ഇറാന്റെ പ്രോക്സീസിനെ അറ്റാക്ക് ചെയ്തു. അപ്പൊ ഇത് റഷ്യൻ ഇഷ്യൂ ട്രംപിന്റെ കാലത്ത് തുടങ്ങിയതല്ല. അത് നമ്മൾ നേരത്തെ സംസാരിച്ചത്. യുദ്ധം തുടങ്ങിയ ട്രംപിന്റെ അല്ല, ബൈഡന്റെ കാലത്താണ്. ട്രംപിന്റെ കാലത്ത് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ബൈഡന്റെ സമയത്താണ് യുക്രൈൻ റഷ്യ വാർ സ്റ്റാർട്ട് ചെയ്തത്. അത് എപ്പോഴും ഞാൻ പറയുന്നു, ട്രംപ് ആയിരുന്നു ഓഫീസിലെങ്കിൽ ആ വാർ നടക്കില്ല. വൺസ് തുടങ്ങിപ്പോയി.
ഇനിയിപ്പോ ഇത് ഓക്കെ, പുള്ളി ഇലക്ഷൻ ക്യാമ്പയിനിൽ പുള്ളി പറഞ്ഞു, പുള്ളി പ്രതീക്ഷിച്ച കാര്യങ്ങൾ ഇതൊക്കെ പുള്ളിക്ക് ഡേ 1 എൻഡ് ചെയ്യാമെന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു. അതെന്തുകൊണ്ടാണ്? പുള്ളി ഈ 4 വർഷത്തെ ഗ്യാപ്പിൽ നടന്ന സംഭവ വികാസങ്ങളുടെ ഫീഡ്ബാക്ക് വേറെ കാര്യം, നിങ്ങൾ പ്രസിഡന്റ് ട്രംപിനുള്ള ഇന്റലിജൻസ് ബ്രീഫിംഗ് പോലും നിർത്തിയായിരുന്നു ഒരു സമയത്ത് ഡെമോക്രാറ്റിക് പാർട്ടി. അത്രമാത്രം പൊളിറ്റിക്കലി പുള്ളി അറ്റാക്ക് ചെയ്തു. പൊളിറ്റിക്കലി പുള്ളിയെ അത്രമാത്രം ഇല്ലായ്മ ചെയ്യാനായിട്ട് ഡെമോക്രാറ്റിക് പാർട്ടി ശ്രമിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിനുള്ള ഇന്റലിജൻസ് ബ്രീഫിംഗ് പോലും അവർ ഒരു സമയത്ത് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ പുള്ളിക്കാരൻ അതിൽ നിന്ന് കുറച്ച് ഡിസ്കണക്റ്റഡ് ആയി പോയി. അത് പുള്ളി റിയലൈസ് ചെയ്യാൻ പറഞ്ഞു. ഈ ഇറാന്റെ ഇഷ്യൂവിൽ എടുത്ത ചില തീരുമാനങ്ങളിൽ തെറ്റുപറ്റിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ അതിന്റെ യാഥാർത്ഥ്യം പറയാം. ചില കാര്യങ്ങളിൽ അല്പം പാളിച്ച പറ്റിയിട്ടുണ്ട്. ഇല്ലെന്ന് അല്പമെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം എന്നറിയാമോ, അത് ഇറാൻ കാണിക്കുന്ന തോന്നിവാസങ്ങൾ കാണുമ്പോൾ ഒരുപക്ഷെ പുറത്തു പറയാൻ മടിയുള്ള ആളുകളുണ്ട്. പക്ഷെ ഉള്ളിൽ അവർ വിചാരിക്കും ഈ പ്രശ്നങ്ങൾ ഒഴിച്ചാൽ, ഏത് നമ്മളിപ്പോൾ അഭിമുഖീകരിക്കുന്ന ഇപ്പൊ പറഞ്ഞ പോലുള്ള ഈ ലോജിസ്റ്റിക് ഇഷ്യൂ, അതുപോലെ തന്നെ ഓയിൽ ക്രൈസിസ്, അതൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തിയാൽ ഇറാൻ എന്ന് പറയുന്നത് GCC കൺട്രീസിന് ഒരു ത്രെട്ടാണ് എന്നുള്ള കാര്യം അവർ തന്നെ റിയലൈസ് ചെയ്തു. അല്ലെ, ദുബായ് പോലുള്ള രാജ്യങ്ങൾ റിയലൈസ് ചെയ്തു. അവർക്ക് ഇപ്പൊ എനിക്ക് താങ്കളോടുള്ള വിരോധം തീർക്കാൻ പറ്റാത്തതിന് താങ്കളുടെ സുഹൃത്തായ ജോളി ജോസഫിനെ പോയി ഞാൻ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തിൽ എന്ത് എത്തിക്സാ ഉള്ളത്? അടിക്കാൻ പറ്റുന്നില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള പരിഹാരം നോക്കുക. അപ്പം അതിന് മറ്റ് സമീപ രാജ്യങ്ങൾ അല്ലെങ്കിൽ അവരെ ഒരു കാലത്ത് സഹായിച്ച രാജ്യങ്ങളെ ഒക്കെ അവരെ ഉപദ്രവിച്ചു. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇറാൻ ശരിക്കും ഇറാന്റെ ഇപ്പോഴത്തെ സിസ്റ്റം അത് കംപ്ലീറ്റ്ലി എന്താ പറയുക റീസ്ട്രക്ചർ ചെയ്യേണ്ട സിസ്റ്റം തന്നെയാണ്. പക്ഷേ പ്രസിഡന്റ് ട്രംപോ അല്ലെങ്കിൽ US അഡ്മിനിസ്ട്രേഷനോ വിചാരിച്ച രീതിയിൽ അത് മുൻപോട്ട് പോയില്ല. ഈ ഹോർമൂസിൽ ബ്ലോക്കേഡ് ഉണ്ടായപ്പോൾ ഇറാന് മനസ്സിലായി ഇത് മുൻപോട്ട് പോകില്ല എന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ആദ്യമേ അവിടെ പോയി ഈ അറ്റാക്ക് ചെയ്യുന്നതിന് പകരം, ബോംബിങ് നടത്തുന്നതിന് പകരം ഒരുപക്ഷെ ഈ ബ്ലോക്കേഡ് ആദ്യമേ ചെയ്തിരുന്നുവെങ്കിൽ കുറച്ച് ഈ കാഷ്വാലിറ്റീസോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ദുബായ് ഇഷ്യൂസ് ഒക്കെ വേണേൽ കുറച്ച് നമുക്ക് ഒഴിവാക്കാമായിരുന്നു എന്ന എൻ്റെ ഒരു തോന്നൽ. ഞാൻ ഇറാനെ ന്യായീകരിക്കുന്നതല്ല അവർ ചെയ്ത അറ്റാക്കുകൾ. പക്ഷേ അമേരിക്ക പോലുള്ള ഒരു വലിയ ഇസ്രായേലും ചേർന്നിട്ട് അങ്ങനത്തെ ഒരു രാജ്യത്തിനെ അറ്റാക്ക് ചെയ്ത് ഏകദേശം ഒരു 8,000, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 8,000+ കാഷ്വാലിറ്റി ഉണ്ട്. പ്ലസ് ഇത് കാൽക്കുലേറ്റഡ് ആസ് $300+ ബില്യൺ നാശനഷ്ടങ്ങൾ വരുത്തിയപ്പോൾ എനിക്ക് അത്രയും ദൂരത്ത് പോയി അടിക്കാനുള്ള ശേഷിയില്ല. പകരം ഇറാൻ ആക്രമിച്ചത് മുഴുവൻ അമേരിക്കൻ ഇൻസ്റ്റാളേഷനാണ് അക്രോസ് മിഡിൽ ഈസ്റ്റ്. അവരൊരു ജനങ്ങൾ വസിക്കുന്ന ഒരു ഫ്ലാറ്റിലേക്കോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലേക്കോ ഒന്നും അവർ ബോംബിട്ടിട്ടില്ല ഇന്നേ വരെ. അമേരിക്കയുടെ പങ്കുള്ള ഇൻസ്റ്റാളേഷനിൽ മാത്രമേ അവർ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളൂ എന്നവർ പറഞ്ഞു. പക്ഷെ തെറ്റിപ്പോയി, പലയിടത്തും പോയി ബൂർജിന്റെ അടുത്തൊക്കെ പോയി. ഞാൻ ഇപ്പോഴും പറയുന്നു, നോക്കൂ, ഐ എം നോട്ട് ട്രൈങ് ടു ജസ്റ്റിഫൈ ദം. ഓക്കെ, അത് വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട്. ഞാൻ വേറൊരു വശത്തേക്ക് എടുത്തരാം. ഇത് ഞാൻ പഴയ ഈ ജെഫ്രി എപ്സ്റ്റീൻ്റെ ഫയലുകൾ, അവിടെ ലോകത്തിൻ്റെ എല്ലാ കണ്ണുകളും അതിനകത്തേക്ക് ആകർഷിക്കപ്പെട്ടപ്പോൾ അതിൽ നിന്ന് മാറ്റാൻ വേണ്ടി ഈ ട്രംപച്ചായം കളിച്ച ഒരു കളിയാണോ ഇറാൻ വാർ എന്ന് പലരും പറയുന്നുണ്ട്. നിങ്ങളിവിടെ അന്തം കമ്മികൾ പിന്നെ ജസ്റ്റിഫിക്കേഷൻ പറയുന്ന പോലെ വെറുതെ പറയല്ലേ, അതിനെ ന്യായീകരിക്കാൻ അങ്ങനെ പറയല്ലേ. എപ്സ്റ്റീൻ ഫയലും ഇറാൻ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം ഇത് ഇറാന്റെ ഇഷ്യൂ വന്നു എന്നുള്ളതേ ഉള്ളൂ. യാദൃശ്ചികമായിട്ട് ആ സമയത്ത് വന്നു. ഇതിന് മുന്നേ തന്നെ ഇന്ന് രാത്രി തീരുമാനിച്ചു നാളെ രാത്രി പോയിട്ട് ഒരു രാജ്യത്തെ അറ്റാക്ക് ചെയ്യാൻ US പറ്റില്ല. അല്ലെ, അവര് ടൈം എടുത്തത് പ്ലാൻ ചെയ്ത് വരികയാണ്. അതിന്റെ ഇടയ്ക്കാണ് എപ്സ്റ്റീൻ ഫയൽ വന്നത്. അല്ലെ, എപ്സ്റ്റീൻ ഫയൽ വന്നതിന്റെ പിറ്റേ ദിവസം പോയി നമുക്ക് ഇറാനെ അടിച്ചേക്കാന്ന് പറഞ്ഞ് ഇതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യാൻ അതൊക്കെ ഇവിടെ നടക്കും. കേരളത്തിലെ നമ്മൾ ഇന്നലെ കണ്ടില്ലേ, ഇന്നലെ ഇവിടെ ED വന്നതിന്റെ പേര് ഇവിടെ ഒരു പുതിയൊരു ഭരണം തുടങ്ങി. 10 വർഷത്തെ അരക്ഷിതാവസ്ഥയ്ക്ക് ശേഷം കേരളത്തിലൊരു പുതിയൊരു പിന്നെ 10 വർഷം ഗവൺമെന്റ്, എന്ത് ഗവൺമെന്റ്, 10 വർഷം നിങ്ങളുടെ ഗവൺമെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കേരളത്തിൽ നമ്മൾ വാച്ച് ചെയ്തല്ലേ, കേരളത്തിൽ 10 വർഷം ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിക്കേണ്ട രീതിയിലാണോ ഇവിടെ ഭരണമൊക്കെ നടത്തിയത്? പൊളിറ്റിക്കൽ എനിമീസ് എന്ന് കണക്ക് കൂട്ടി. അപ്പൊ അതിനൊക്കെ ഒരു അന്ത്യം ഉണ്ടായിട്ട് ഇവിടെ ഒരു പുതിയ സർക്കാർ വന്ന് ഒരാഴ്ച പോലും ആവുന്നതിന് മുൻപേ അതിനെ ഡൈവേർട്ട് ചെയ്യാനായിട്ട്
അപ്പൊ അതിനൊരു ന്യായീകരണം കൊടുക്കുക. ഇവർക്ക് പരാജയത്തിന് ന്യായീകരണം കൊടുക്കാനില്ലാത്തതുകൊണ്ട് ഇന്നലെ മുതൽ ഇവിടുത്തെ ഒരു സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന നിലയിൽ ഇവിടെ ഇപ്പൊ തെരുവിൽ സമരം തുടങ്ങിയേക്കുക. അതൊക്കെ ഇവിടെ നടക്കും, കേരളത്തിൽ നടക്കും, അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക ചുറ്റുവട്ടങ്ങളിൽ നടക്കും. അമേരിക്ക പോലുള്ള ഒരു രാജ്യത്ത് അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ മറ്റ് എന്താ പറയുക വെസ്റ്റേൺ കൺട്രീസ് അവരൊരു അറ്റാക്ക് പ്ലാൻ ചെയ്യുമ്പോൾ അത് ഓവർനൈറ്റ് ഒന്നും പ്ലാൻ ചെയ്ത് പോയി ഇന്ന് ഈടിയുടെ വണ്ടിക്ക് നടക്കില്ല. ഇല്ല, എഫ്സ്റ്റീൻ ഫയലിന്റെ കേസ് രംഗത്ത് വന്നിട്ട് തന്നെ they took their own time. അത് കഴിഞ്ഞിട്ടാണ് പെട്ടെന്ന് ലോകശ്രദ്ധ മുഴുവൻ മാറി. അല്ല അത് തീർച്ചയായിട്ടും അത് എന്ത് സംഭവിച്ചു? ജെഫ്രി എപ്സ്റ്റീന്റെ ഫയലുകൾക്ക് എന്ത് സംഭവിച്ചു? ജെഫ്രി എപ്സ്റ്റീന്റെ ഫയല് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ലോ. അല്ല, സംഭവിച്ചു. ഇപ്പൊ എന്ത് സംഭവിക്കാനാ? ബൈഡന്റെ സമയത്ത് എന്തുകൊണ്ട് ഇവർ ലിസ്റ്റ് പുറത്തു വിട്ടില്ല? അങ്ങനെ ബൈഡന് കട്ട്സ് ഉണ്ടായിരുന്നെങ്കിൽ ബൈഡൻ പുറത്തു വിടണമായിരുന്നു. എന്തുകൊണ്ട് ബൈഡന്റെ സമയത്ത് AG ഉണ്ടായിരുന്നല്ലോ. ബൈഡന്റെ AG എന്തുകൊണ്ട് അത് പുറത്തു ഇറാനെ അറ്റാക്കാൻ പോയതില്ല. എപ്സ്റ്റീൻ ഫയൽ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എപ്സ്റ്റീൻ ഫയൽ ബൈഡന്റെ സമയത്ത് വേണേലും പുറത്തു വിടാമായിരുന്നു. പുറത്തു വിട്ടോ? ഇല്ല. എന്തുകൊണ്ട് പുറത്തു വിട്ടില്ല? നിങ്ങൾ മറുപടി പറ. ഞാൻ പറയുന്നതിനെക്കാട്ടിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എന്തുകൊണ്ടാണ് ബൈഡൻ അപ്പൊ ബൈഡൻ അറിയാം, ബൈഡന്റെ മകൻ ഉൾപ്പെടെ ഉള്ളവര് ഈ ലിസ്റ്റിലുണ്ടെന്നുള്ള കാര്യം ബൈഡൻ അറിയാം. ട്രംപിനെ അറ്റാക്ക് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരവും പാഴാക്കാത്ത ഡെമോക്രാറ്റുകൾ എന്തുകൊണ്ട് അന്ന് എപ്സ്റ്റീൻ ഫയൽ പുറത്തുവിട്ടില്ല? അവരുണ്ടാവാതിരിക്കാം, ഉണ്ടാകാമായിരിക്കാമല്ല. ഉണ്ട്, ഒരു സംശയം വേണ്ട. അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ചൊക്കെ പുറത്തുവിട്ടു. ആര്? കുറച്ചൊന്നുമില്ല, ലിസ്റ്റ് കംപ്ലീറ്റ്ലി കംപ്ലീറ്റ്ലി. ഇപ്പൊ ഇറാനെ ആക്രമിച്ചത് ശരിയാണോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ പോലും ഇറാൻ എത്രത്തോളം കരുതിയിരുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കും. എക്സാക്ട്ലി. അതായത് ഇറാൻ മിഡിൽ ഈസ്റ്റ് മുഴുവൻ കൈയടക്കാൻ വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ നീക്കത്തിൻ്റെ ഭാഗമായി ഒരു സമ്പന്ന രാഷ്ട്രം മിസൈലുകളും ഡ്രോണുകളും യുദ്ധവിമാനങ്ങളും തയ്യാറാക്കി വെച്ചിരുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അമേരിക്കയുടെ ഇസ്രയേലിൻ്റെ ആക്രമണത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അമേരിക്ക ഇസ്രയേലും ഇറാനെ ആക്രമിക്കുന്നത് വേൾഡ് പീസിനാണെന്ന് ആദ്യം പറഞ്ഞപ്പോൾ നമുക്ക് തമാശ തോന്നിയെങ്കിലും പിന്നീട് ഈ പ്രതിരോധവും ഇവരുടെ കയ്യിലുള്ള ആയുധങ്ങളുടെ വലിപ്പവും കാണുമ്പോൾ ഇതിങ്ങനെ മുന്നോട്ട് പോയി എവിടെ ചെന്ന് തീരും എന്നുള്ള ഒരു ചിന്ത മനസ്സിൽ വന്നിരുന്നു. അപ്പോൾ ഇറാനെ ആക്രമിക്കാതിരിക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലേക്കല്ലേ ചോദിച്ചാൽ ഇത് പൊയ്ക്കൊണ്ടിരുന്നത്? ഐ തിങ്ക് ഞാൻ ഇത് ഒരു വേദിയിൽ പറഞ്ഞ മാതിരി തന്നെ അതിനൊരു വേദി ഉണ്ടായിരുന്നു, സംസാരിച്ചുകൊണ്ടിരിക്കണമായിരുന്നു. ഒമാൻ ഗവൺമെന്റിന്റെ കീഴിൽ they were talking and ഒരു സെറ്റിൽമെന്റ് വരാൻ ഏകദേശം 12 hours or 24 hours ബിഫോർ ഒരു അറ്റാക്ക് ചെയ്തു. ഇത് ഓൾറെഡി സെറ്റിൽഡ് ആയിരുന്നു. ഇതൊക്കെ ബയലാറ്റീരിയൽ ടോക്കുകൾ ഉണ്ടായിരുന്നു. ഒമാൻ ആയിരുന്നു അതിനെല്ലാം നേതൃത്വം കൊടുത്തിരുന്നത്. ഒമാൻ വിദേശകാര്യ വകുപ്പ് മന്ത്രിയുടെ ഒരു ഇന്റർവ്യൂവിൽ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, we were shocked because all about to settle tomorrow morning. അതിനിടയ്ക്ക് അറ്റാക്ക് തുടങ്ങിയിരുന്നു. അപ്പോൾ ലോകത്തെ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിനെ മുഴുവൻ പരിഭ്രാന്തരാക്കുന്ന അല്ലെങ്കിൽ നശിപ്പിക്കാൻ ഉതകുന്ന ആയുധപ്പറയിൽ വെച്ചിരിക്കുന്ന ഒരു ഇറാനെ അറ്റാക്ക് ചെയ്തതിന് ഉപരി ഞാൻ കാണുന്ന നേരെ തലതിരിച്ചാണ്. ഇതിനകത്ത് കുറെ രാഷ്ട്രീയം മാത്രമല്ല, അതിനകത്ത് കുറച്ചുകൂടി മതപരമായ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇറാനിയൻസ് they are not fools, they are warriors. അപ്പോൾ they had all kind of അവർക്ക് ആയുധങ്ങൾ ഉണ്ടായിരുന്നു, അവരെല്ലാം ഒളിപ്പിച്ചു വെച്ചിരുന്നു. കാരണം അവർക്കറിയാം ഒരു ദിവസം അടി വരുന്നുണ്ട്, അവർക്കറിയാമായിരുന്നു, അവർക്കുണ്ടല്ലോ ഇന്റലിജൻസ് എല്ലാം. അതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ചൈനയാണ്. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ബിക്കോസ് ആൻഡ് പാകിസ്ഥാൻ, ഓഫ് കോഴ്സ് പാകിസ്ഥാൻ, റഷ്യക്കാണ് കൂടുതൽ ചൈന ചെയ്തുകൊണ്ടിരുന്നത്. അവരുടെ മിക്കവാറും എല്ലാത്തരം എക്യുപ്മെന്റുകളും എല്ലാത്തരം ഇന്റലിജൻസുകളും കൊടുത്തുകൊണ്ടിരുന്നതും അതിനുള്ള എക്യുപ്പേഡ് ആക്കിയത് ചൈനയാണ്. കാരണം അവർക്ക് ബോർഡറുണ്ട് വിത്ത് പാകിസ്ഥാൻ, ഈസി ട്രാൻസ്പോർട്ടേഷൻ. അതിനും കാരണം എന്ന് വെച്ചാൽ മതപരമായ കുറെ റീസണുകളുണ്ട്. പാകിസ്ഥാൻ ബൗണ്ട് ഹെൽപ്പ് ദം, നമുക്ക് വേറെ നിവൃത്തിയില്ല, അല്ലെങ്കിൽ പാകിസ്ഥാൻ രണ്ടാവും. അതുകൊണ്ട് യെസ് എക്സാക്ട്ലി, അത് എല്ലായിടത്തും ഉണ്ട്, ലോകം മുഴുവനുണ്ട്. അപ്പൊ അതുകൊണ്ട് സപ്പോർട്ട് ചെയ്ത് അവർ പ്രിപ്പയർഡ് ആയിരുന്നു, അവർക്ക് അറിയാമായിരുന്നു വെടി വരുന്നുണ്ടെന്നുള്ളത്. അല്ലാതെ എനിക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ്. കാരണം അവർ മുഴുവൻ ഓൾ ദ മിഡിൽ ഈസ്റ്റ് അല്ലെങ്കിൽ സമ്പന്നമായ അറബ് രാജ്യങ്ങൾ ആക്രമിച്ച് കീഴടക്കി അവർ വളരാനുള്ളതിനെ അതിനേക്കാൾ ഉപരി അവർ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അവർ കാത്തു വെച്ചിരുന്നു. ഇപ്പോഴും ഇത്രമാത്രം പറയുന്ന അമേരിക്കൻ ഇന്റലിജൻസിന് പോലും അളക്കാനാവാത്ത ആയുധങ്ങൾ അവർ സൂക്ഷിച്ചിരുന്നു.
എന്നുള്ള സത്യമാണ്. IRGC ഈ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്, റൈറ്റ്, റവല്യൂഷണറി കോർപ്സ്, അതാണ് അവരുടെ പേര്, IRGC. അത് ലക്ഷക്കണക്കിന് ഇറാനിയൻ പട്ടാളക്കാരുടെയും അതുപോലെ തന്നെ അവരുടെ പ്രോക്സി. നിങ്ങൾ ഈ IRGC എന്ന് പറയുന്നത് ഇന്ത്യൻ മിലിറ്ററി പോലോ US മിലിറ്ററി പോലുള്ള ഒരു അല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രോക്സീസ് ഉണ്ട്. ഹിസ്ബുള്ള എന്ന് പറയുന്നത് എന്താണ്? ഒരു തീവ്രവാദി സംഘടനയല്ലേ? തീർച്ചയായിട്ടും. ഹമാസ് ഒരു തീവ്രവാദി സംഘടന. അപ്പൊ അവരുടെ പ്രോക്സീസ് ആണ് ഇവർ. അപ്പൊ ഇവര് ഇങ്ങനെയുള്ള ഈ തീവ്രവാദ സംഘടനകളെ മുൻനിർത്തിയാണ് ഇറാൻ ഫൈറ്റ് ചെയ്യുന്നത്. അപ്പൊ US സംബന്ധിച്ചിടത്തോളം, അല്ലെന്നുണ്ടെങ്കിൽ US-ന്റെ മറ്റ് സഖ്യ കക്ഷികളായ ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം, മറ്റ് വെസ്റ്റേൺ കൺട്രീസിനെ സംബന്ധിച്ചിടത്തോളം പ്രോക്സീസ് ഇല്ല. അവർ സ്ട്രെയിറ്റ് ഫൈറ്റ് ആണ്. അപ്പൊ ഈ പ്രോക്സീസിനെ വെച്ച് ഫൈറ്റ് ചെയ്യുന്ന ഇറാൻ അവരുടെ എക്സിസ്റ്റൻസിന് വേണ്ടി ഉള്ള ഫൈറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതേസമയം ദുബൈ പോലെയുള്ള GCC കൺട്രീസ് നോക്കൂ. ദുബൈ, അല്ലെന്നുണ്ടെങ്കിൽ ബഹ്റൈൻ, ഖത്താർ, സൗദി അറേബ്യ, ഒമാൻ, ഇവർക്കൊന്നും പ്രോക്സീസ് ഇല്ല. ഇവർക്ക് പ്രോക്സീസും ഇല്ല. അവർക്കൊരു എന്താ പറയാ, ശക്തമായ ഒരു മിലിറ്ററി അവർക്കില്ലല്ലോ. അതുകൊണ്ടാണല്ലോ US പോലുള്ള രാജ്യങ്ങളുടെ ബേസ് അവരവിടെ അനുവദിക്കുന്നത്. എന്തിനാണ് ഇവർ ബേസ് അനുവദിച്ചത്? അതിന് ഞാൻ നിങ്ങളോട് തിരിച്ച് ചോദ്യം ചോദിക്കുകയാണ്. എന്തിനാണ് ഈ GCC കൺട്രീസ് അമേരിക്കൻ ബേസ് അവരുടെ രാജ്യങ്ങളിൽ അനുവദിച്ചത്? എങ്ങനെയാണ് ദുബൈ ഇത്ര റിച്ച് ആയത്? ആ രാജ്യം അവരുടെ ടൂറിസം, അവിടുത്തെ എക്കോണമീസ് മോസ്റ്റ്ലി ബേസ്ഡ് ഓൺ ടൂറിസം അല്ലേ? അങ്ങനെയുള്ള ഒരു രാജ്യത്തെ നിന്ന നിപ്പിൽ ഇറാനെ പോലുള്ള ഒരു രാജ്യം വളരെ അൺസെക്യൂർ ആക്കി. അല്ല, ഈ അൺസെക്യൂരിറ്റി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അറ്റാക്ക് ഇവർ മുൻപേ പ്രെഡിക്റ്റ് ചെയ്തിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം അവർ അമേരിക്കൻ ബേസ് ആണ് അവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. വേറെ ആരിവർക്ക് ബേസ് കൊടുക്കും? ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഇറാന് അവിടെ ഒരു പ്രോപ്പർ ബേസ്, പ്രൊഫഷണൽ ബേസ് കൊടുക്കും. ഞാൻ പറയുന്നത് ഇവിടെ തീവ്രവാദികളായിരിക്കുന്ന ഹമാസിനെ, ഹിസ്ബുള്ളയും ദുബൈക്കോ അല്ലെങ്കിൽ സൗദിക്കോ അല്ലെന്നുള്ള മറ്റ് GCC കൺട്രീസിന് വേണ്ടാന്നേ. വെൻ ദേ വാണ്ട്, അവർക്കൊരു സപ്പോർട്ട് വേണ്ടപ്പോൾ നിങ്ങൾക്കിപ്പോ ഇവിടെ ഒരു സെക്യൂരിറ്റി വേണം. നിങ്ങൾ ആരെ ഹയർ ചെയ്യും? നിങ്ങളൊരു പ്രൊഫഷണൽ സെക്യൂരിറ്റി ഏജൻസിയെ ഹയർ ചെയ്യും. ഇപ്പൊ US പോലുള്ള ഒരു മിലിറ്ററിയുടെ പ്രൊഫഷണലിസം, അതൊരു ബൈലാറ്ററൽ എഗ്രിമെന്റ് വഴി ആ രണ്ട് രാജ്യങ്ങൾ അത് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അതാണ് അവർക്ക് വേണ്ടത്. എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം തന്നില്ല. അവർക്ക് ചുറ്റുമുള്ള അവരുടെ ഭീഷണി, ഇറാൻ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് അവർ നേരിട്ട ഭീഷണി, അല്ലെങ്കിൽ കുവൈറ്റ് ഇറാഖ് യുദ്ധം ഉണ്ടായപ്പോൾ കുവൈറ്റിനെ ഓവർനൈറ്റ് ഇറാഖ് ആക്രമിച്ചത് എന്നെങ്കിലും കാലത്ത് ഞങ്ങൾക്കും വരാൻ സാധ്യതയുണ്ട്. അമേരിക്ക എന്തായാലും GCC കൺട്രീസിനെ അറ്റാക്ക് ചെയ്യില്ല, അവർക്ക് ഗ്യാരണ്ടിയാണ്. ഒരു വെസ്റ്റേൺ കൺട്രീസും GCC കൺട്രീസിനെ അറ്റാക്ക് ചെയ്യത്തില്ല. ഒരു രാജ്യങ്ങളും നിങ്ങൾ നോക്കിക്കോ, അറ്റ്ലാന്റിക്കിന് അപ്പുറത്തോട്ടോ ഉള്ള അല്ലെങ്കിൽ അറ്റ്ലാന്റിക്കിന്റെ സൈഡിൽ കിടക്കുന്ന ഏതെങ്കിലും രാജ്യങ്ങൾ GCC കൺട്രീസിനെ അറ്റാക്ക് ചെയ്യുമോ? അവർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ എന്തിനാണ് അവർക്ക് ബേസ്? എന്തിനാണ് ബേസ്? നിങ്ങൾ മറുപടി പറയും. US ബേസോ അല്ലെന്നുണ്ടെങ്കിൽ ഇറാനും തമ്മിലുള്ളത് ഇപ്പൊ തുടങ്ങിയ ഒരു പ്രശ്നമില്ല. നിങ്ങൾ എപ്പോഴും ബാക്കിലോട്ട് ചിന്തിച്ചു നോക്കിയാൽ they still had a problem with the 3 islands in the Hormuz. ഈ 3 ഐലൻഡിന് പുരാതന കാലം മുതലൊരു തർക്കമുണ്ട്. ഈ തർക്കത്തിന് അവർ പലപ്പോഴും ടോക്സുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴും സെറ്റിലാക്കിയിട്ടില്ല. 3 ഐലൻഡും കയ്യിൽ വെച്ചിരിക്കുന്നത് ഇറാനാണ്. നെവർദലെസ് ഇറാനിയൻ ഏകദേശം ഒരു ബഹുഭൂരിപക്ഷം കച്ചവടക്കാർ ഇപ്പോഴും ട്രേഡേഴ്സ് ദുബായ് സിറ്റിയിൽ ഉൾപ്പെടെ UAE അക്രോസ് ദുബായ് UAE ഇപ്പോഴും ഇറാനിയൻസ് ആണ്. അവരെല്ലാം വിസയൊക്കെ പെട്ട് അതെല്ലാം ഷട്ട് ഡൗൺ ചെയ്യിപ്പിച്ചു. പിന്നെ ഓയിൽ കമ്പനികൾ, വി ക്യാൻ ടോക്ക് അബൌട്ട് ലോട്ട് ലേറ്റർ, എണ്ണ കമ്പനികളുടെ പ്രോക്സി കമ്പനികൾ ഉണ്ടാക്കി ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, ബിക്കോസ് ദേ കുഡ്ന്റ് ട്രേഡ് ഡയറക്ട്ലി വിത്ത് അതർ വേൾഡ്. ഇതൊക്കെ ചെയ്തു കൊടുത്ത, സൗകര്യം കൊടുത്ത ഒരു ഞാൻ പറയുന്നത് വെച്ചാൽ ഇറാൻ്റെ ഒരു ബാങ്കായിരുന്നു ദുബായ്. ഇറാൻ കമ്പനികളുടെ കാരണം അവർ സാങ്ഷനോട് പൊറുതിമുട്ടിയ ഒരു രാജ്യമാണത്. അതിൻ്റെ ഒരു ബാങ്കായിരുന്നു. ആ ഒരു ബാങ്ക് സൗകര്യം, ട്രേഡിംഗ് സൗകര്യം ചെയ്തു തന്ന ആ ഒരു സ്ഥലത്തിനെ പോലും അവർ അറ്റാക്ക് ചെയ്യണമെങ്കിൽ അവർ അത്രമാത്രം ഹേർട്ട് ചെയ്യപ്പെട്ടു. അത് ഈ റാഡിക്കൽ ഇസ്ലാമിക് റെജീമിന്റെ കയ്യിലിരിപ്പുണ്ടല്ലേ നിങ്ങൾ? ഞാൻ അവരെ അങ്ങനെ ആക്കിയതും കൂടി ചിന്തിക്കണം. ബാക്കിലോട്ട് പോയാൽ നല്ല ഭരണം ഉണ്ടായിരുന്നു ഇറാനില്. അത് കളഞ്ഞ് തൊപ്പിക്കാർക്ക് കൊടുത്ത ആരാണ്? അമേരിക്ക തന്നെയാണ്. They are paying the price for it.
that's what I'm saying. ആ സമയത്തെ ഓരോ കാലഘട്ടത്തെ ഉള്ള ഇപ്പൊ US ഇപ്പം ഞാൻ ഒരു കാലത്തും US നാട്ടിലുള്ള എല്ലാ ഇഷ്യൂസിലും കയറി ഇടപെടുന്നതിനെ അങ്ങനെ ഞാൻ അനുകൂലിക്കുന്ന ഒരാളല്ല. ഞാൻ അതിനെ അനുകൂലിക്കുന്നില്ല. പക്ഷേ ഇപ്പം ഇതിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, ലോകത്ത് പിന്നെ സുരക്ഷാ പ്രശ്നം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ലോകം ഒരു ഭീഷണിയെ ആകമാനമായിട്ട് നേരിടുമ്പോൾ അതിനേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന രാജ്യങ്ങൾ എന്നുള്ള നിലയിൽ അമേരിക്ക ഓൾവേസ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത് എല്ലാ കാലത്തും കോൺട്രിബ്യൂട്ട് ചെയ്തത്. അത് വാറിൽ മാത്രമല്ല, അല്ലെ? ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് US പോലുള്ള ഒരു രാജ്യം കൊടുത്ത പോലെ ആര് ഈ ലോകത്തിൽ കൊടുത്തിട്ടുണ്ട്? യുണൈറ്റഡ് നേഷൻസ് ആണെന്നുണ്ടെങ്കിലും WHO ആണെന്നുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് അവരുടെ ഫണ്ടിങ് US നിർത്തുമെന്ന് പറയുമ്പോഴത്തേക്ക് കാലും കൈയിട്ട് അടിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പൊ ഇത് എവിടെ നിന്ന് വരുന്നതാണ്? ഇത് അവിടുത്തെ ആളുകളുടെ ടാക്സ് മണിയാണ്. ആ ആളുകളുടെ നല്ല മനസ്സിൽ നിന്ന് അവർ കൊടുത്താണ്. നമ്മുടെ എല്ലാ രാജ്യങ്ങളിലും, ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും ആ ബെനിഫിറ്റ്സ് അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ വേൾഡ് ബാങ്കിൽ നിന്ന് കൊണ്ടുവരുന്ന ഫണ്ട് അല്ലെങ്കിൽ UN നിന്ന് വരുന്ന സഹായം എന്ന് പറയുമ്പോൾ അതിന്റെ മജോറിറ്റി ഫണ്ട് വരുന്ന എവിടുന്നാണ്? അപ്പൊ ഇതിനെ അങ്ങനെ കാണാം. അപ്പൊ ഈ ഫണ്ട് എല്ലാം വേണം താനും, എന്നാൽ അമേരിക്ക ഇച്ചീച്ചിയാണ് എന്ന് പറയുന്ന ആ ഒരു ഹിപ്പോക്രസി അത് കൊള്ളില്ല. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജസ്റ്റ് US ജീവിക്കുന്നതിന്റെ പേരിൽ ഞാൻ ഒരു കാലത്തും ഇന്ത്യ എന്ന് പറയുന്ന ഞാൻ ജനിച്ചു വീണ രാജ്യത്തിനെതിരെ ആ രാജ്യത്തിന്റെ ഞാൻ ഈ രാജ്യത്തിന്റെ നന്മകൾ അനുഭവിച്ച ആളാണ്. ഇപ്പൊ അങ്ങ് അമേരിക്കയുടെ ദാന മനസ്സിനെ പറ്റി പറഞ്ഞു. നമ്മൾ ഇതിന്റെ ഒരു ചരിത്രം നമ്മൾ ആലോചിച്ച് നോക്കണം. എനിക്ക് തോന്നുന്നു 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യകാലങ്ങളിലാണെന്ന് തോന്നുന്നു ഒരു അമേരിക്കൻ വ്യവസായി, അദ്ദേഹത്തിന്റെ പേര് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല, ഞാനിങ്ങനെ ഈ ഹിസ്റ്ററി, എണ്ണ കണ്ടെത്തുന്നു. ഇറാനിലെത്തി എണ്ണ കണ്ടെത്തുന്നു. ഈ എണ്ണ ഇറാനിൽ കണ്ടെത്തുന്നിടം വരെ അമേരിക്കയ്ക്ക് ഇറാനോട് ഒരു താല്പര്യമില്ല. അമേരിക്കയ്ക്ക് ഇറാൻ്റെ രാഷ്ട്രീയത്തിൽ ഒരു താല്പര്യമില്ല. എണ്ണ അവിടുന്ന് കണ്ടെത്തുന്നു. എണ്ണ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വലിയ കമ്പനിയായി എണ്ണ കുഴിച്ചെടുക്കുന്നു. അമേരിക്കക്കാരനാണോ ബ്രിട്ടീഷുകാരനാണോ എന്ന് എനിക്ക് സംശയമുണ്ട്, പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. ആ കമ്പനി പിന്നീട് ബ്രിട്ടീഷ് പെട്രോളിയം ആയിട്ട് മാറുകയാണ്. ആ കമ്പനിയുടെ ഇന്നത്തെ പേരാണ് ബ്രിട്ടീഷ് പെട്രോളിയം. ഒന്ന് ആഡ് ചെയ്തോളൂ. അമേരിക്കയിൽ എണ്ണ കണ്ടെത്തിയപ്പോ ആദ്യം അമേരിക്കയിലെ സോ കോൾഡ് അവര് എക്സ്പെർട്ടാണ്. അമേരിക്കയിലുള്ള ഉള്ള ഒറിജിനൽ എന്ന് പറയുന്ന റെഡ് ഇന്ത്യൻസാ. ആ ഒറിജിനൽ റെഡ് ഇന്ത്യൻസിനെ ആട്ടിപ്പായച്ച ഒരു എണ്ണ കുഴിച്ചിട്ടു. അന്ന് മുതൽ തുടങ്ങിയതാ. എണ്ണ എവിടെ കണ്ടാലും അവരവിടെ ചെല്ലും, ആട്ടിപ്പായ്ക്കും. അപ്പൊ ഓക്കെ, അത് അപ്പൊ എന്നിട്ട് ഈ റെഡ് ഇന്ത്യൻസിന്റെ കഥ, എന്നിട്ട് റെഡ് ഇന്ത്യൻസിന് 1924 ശേഷമാണ് അവിടെ പൗരത്വം പോലും കൊടുക്കാൻ തീരുമാനിച്ചത്. അവരുടെ നാട്ടിൽ പോയി, അത് സ്പെയിനിൽ നിന്നും US നിന്നും എനിക്ക് തോന്നുന്നു യൂറോപ്പിൽ നിന്ന് പോയ ആൾക്കാരൊക്കെ അവിടേക്ക് ആൾക്കാർ കുടിയേറി അമേരിക്ക മുഴുവൻ അമേരിക്കയുടെ ചരിത്രമായി മാറ്റിക്കളഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ ഇറാനിൽ എണ്ണ കണ്ടെത്തിയതിന് ശേഷം സംഭവിച്ചൊരു ഒരു മാറ്റം, ഇറാനോടുള്ള ഒരു താല്പര്യം. ഇറാനിലുണ്ടായിരുന്ന സൗരാഷ്ട്രർ ഇല്ലാതാകുന്നു, അവിടേക്ക് ഇസ്ലാം കടന്നു വരുന്നു. 1951 ഇതിനെല്ലാം ശേഷം അവിടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഗവൺമെൻറ് വരുന്നു. ആ ഗവൺമെൻറ്റിനെ ടോപ്പ് ചെയ്തിട്ടാണ് ഷായെ അധികാരത്തിലെത്തിക്കുന്നത്. അതാണ് പിന്നെ 71 ഖമേനി വിഭാഗത്തിൻ്റെ ഭാഗത്തിലേക്ക് ഇതിനെല്ലാം പുരോഹിതന്മാർക്ക് ഏൽപ്പിച്ചു കൊടുത്താണ്. അത് ഇവിടെയെല്ലാം നമ്മൾ സർ, ഞാൻ ഉണ്ടാക്കുന്ന എൻ്റെ വീട്ടിൽ കയറി കൊള്ളയടിച്ചിട്ട് നമ്മുടെ നാട്ടിൽ ചില ആൾക്കാരുണ്ട്, വീട്ടുകാരോട് മുഴുവൻ മോശമായിട്ട് പെരുമാറും, ഭർത്താവിനെ തല്ലും, ഭാര്യയെ തല്ലും, എന്നിട്ട് നമ്മൾ പട്ടിയെ വളർത്തുന്നതിന് വല്ല കാര്യമുണ്ടോ? എന്നിട്ട് പട്ടിയെ സ്നേഹിച്ച് ഫോട്ടോ ഇടുക, അല്ലല്ല ഞാൻ പറഞ്ഞപ്പോൾ, എന്നിട്ടൊരു പൂച്ചയെ സ്നേഹിച്ച് ഇതിടുക, എന്നിട്ട് നാട്ടുകാർക്ക് പൈസ കൊടുത്തുകൊണ്ട് ചാരിറ്റി കാണിക്കുക എന്ന് പറയുന്നത്. ഈ UN ആയാലും ഈ അമേരിക്കൻ ഫണ്ടിങ് കാര്യങ്ങളായാലും ഇതിൻ്റെ എല്ലാം പിന്നിൽ അമേരിക്ക വ്യക്തമായ പദ്ധതിയുണ്ട്. ഇപ്പം ഇവിടെ വേൾഡ് ബാങ്കിൻ്റെ പ്രൊജക്റ്റുമായിട്ട് വരുന്നതിനകത്ത് അമേരിക്കയ്ക്ക് ഡേറ്റ കളക്ഷൻ എന്ന് പറഞ്ഞാൽ കൃത്യമായ കാര്യമുണ്ട് അതിൻ്റെ പിന്നിൽ, അല്ലെങ്കിൽ വേറെ പരിപാടിയുണ്ട്. അവരതിനെ ഒന്നും ചാരിറ്റി മൈൻഡഡായിട്ടായി ചെയ്യുന്നതെന്ന് പണ്ടൊക്കെ പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കാറ്. ഇപ്പം നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടില്ല. ഞാൻ പറഞ്ഞ ഇതൊരു ചാരിറ്റി എന്നുള്ള ആംഗിളിൽ മാത്രമല്ല ഞാൻ പറഞ്ഞത് US ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ നിഷേധിക്കുന്നില്ലല്ലോ. ഇല്ല. അപ്പോൾ ഇത് ആരാണ് എന്ത് കാര്യമാണ് ഫ്രീ ആയിട്ട് കൊടുക്കുക? ഡെഫിനറ്റ്ലി there is nothing like free. നമ്മൾ ഈ ഫ്രീ എന്ന് പറയുമ്പോഴത്തേക്ക് there is nothing free in this world. ഈ ലോകത്തിൽ അങ്ങനെ ഫ്രീ എന്ന് പറയാനായിട്ട് ഒന്നുമില്ല, അല്ലെ? നിങ്ങൾ എനിക്ക് ഒരു ഗ്ലാസ് ചായ ഫ്രീ ആയിട്ട് തന്നു കഴിഞ്ഞാലും യു ഹാവ് എ കോസ്റ്റ് ഫോർ ദാറ്റ് ഉണ്ടല്ലോ, തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് ഇതിനകത്തിലെ ബിസിനസ് സൈഡ് ഞാൻ കാണാതെ പോകുന്നില്ല. പിന്നെ
അമേരിക്കയുടെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഓഫ് കോഴ്സ് ഞാൻ US ഹിസ്റ്ററി വായിച്ചുള്ള അറിവുകളാണ് എനിക്കുള്ള അറിവുകൾ എന്ന് പറയുന്നത്. അതല്ലാതെ ഞാൻ ഒരു 50 വർഷം 55 വർഷം മുമ്പ് നടന്ന കാര്യങ്ങൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പൊ US ചെയ്ത നടപടികൾ എല്ലാ കാലത്തും ശരിയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമല്ല. US ചെയ്യാൻ പാടില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ US ചെയ്തിട്ടുണ്ട്, തീർച്ചയായിട്ടും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന കാര്യങ്ങൾ, ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കാണുന്ന കാര്യങ്ങൾ, അത് മുൻപെടുത്ത ചില തെറ്റായ തീരുമാനങ്ങൾ മൂലം ഉണ്ടായ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ്, അതിന്റെ ഒരു ഫീഡ്ബാക്ക് ആണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ മുൻപോട്ട് പോകുമ്പോൾ അതിനെ എങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യാം, ആ ഇഷ്യൂസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നാണ് മാറി മാറി വരുന്ന അഡ്മിനിസ്ട്രേഷനുകൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും. പ്രസിഡന്റ് ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷൻ ഫസ്റ്റ് ടൈമിൽ ചെയ്ത അതാണ്. യുഎസിൻ്റെതായിട്ടുള്ള ഡൊമസ്റ്റിക് ഇഷ്യൂസ് ഉണ്ട്. ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞ് US പ്രശ്നമൊന്നും ഇല്ലാത്ത ഒരു രാജ്യമാണ്. ഇഷ്യൂസ് ഒക്കെ ഒരു പരിധിവരെ സെറ്റിൽ ചെയ്യാൻ ട്രംപിന് കഴിഞ്ഞു. അത് തീർച്ചയായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പം നമ്മൾ തുടങ്ങിയിടത്തേക്ക് തിരിച്ചു വരാം. ഈ ടോക്ക് പര്യവസാനിപ്പിക്കുന്നത് തുടങ്ങിയിടത്തേക്ക് തിരിച്ചു വരാം. പണ്ട് റോമാ സാമ്രാജ്യം കത്തിയെറിഞ്ഞപ്പം ന്യൂറോ ചക്രവർത്തി വീണ വായിച്ചു എന്നൊരു കഥയുണ്ട്. എന്ന് പറഞ്ഞാൽ ലോകത്ത് മുഴുവൻ ബോംബിട്ടും എണ്ണ ഒഴിക്കാൻ പോയും അതിർത്തി പ്രശ്നത്തിൽ ഇടപെട്ടും മൊത്തം കുളമാക്കി ചളമാക്കി ഇങ്ങനെ നിന്നിട്ട് ഒരു 80 വയസ്സുള്ള ഈ വല്യപ്പൻ ഡാൻസ് ചെയ്യാം പത്രക്കാരുടെ മുമ്പ് എന്നിട്ട് നിങ്ങൾക്ക് എന്നോട് സെക്സിനെ പറ്റി ചോദിക്കാമെന്ന് പറയുന്നതിൻ്റെ ഒരു വിരോധാഭാസം, ഒരു റിലയില്ലായ്മ. ജോളിച്ച് ആദ്യം പറഞ്ഞത് ഇങ്ങനെ 2 പെഗടിക്കാത്തതിന്റെ പ്രശ്നം അത് നിങ്ങൾക്ക് അങ്ങനെ പറയാം. അത് നിങ്ങൾക്ക് അങ്ങനെ പറയാം. നിങ്ങൾക്കതിനെ, അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്കതിനെ ഏത് നിലയിൽ വേണമെങ്കിലും പറയാം. അതൊക്കെ അതിൻ്റെതായിട്ടുള്ള ഒരു ഗൗരവത്തിലെടുക്കാം. നിങ്ങൾ കണ്ടിട്ടുള്ളത് വൈകിട്ട് 6 മണിക്ക് വന്ന് ഇങ്ങനെ മസിൽ പിടിച്ചിരുന്ന് വായിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ കഴിഞ്ഞ 10 വർഷം കണ്ട നിങ്ങൾ ഒരു സംശയം വേണ്ട. കാരണം എന്താണെന്നറിയോ, കമ്മ്യൂണിസ്റ്റ് വിരോധം എനിക്ക് ഇത്രയും വർദ്ധിച്ചത് എവിടെയാണെന്നറിയാവോ? ഞാൻ അമേരിക്കയിലെ ഡെമോക്രാറ്റുകൾ ഇവിടുത്തെ അന്തം കമ്മികളെക്കാട്ടിൽ കഷ്ടമാണെന്ന് ഞാൻ പറയുമ്പോൾ അതിന് തീർച്ചയായിട്ടും അതിന് അങ്ങനെ തന്നെ ഒരു കാര്യമുണ്ടെന്ന് വെച്ചോ. നിങ്ങൾ കണ്ടിട്ടുള്ളതേ ഉള്ളൂ. നിങ്ങൾ കണ്ടിട്ടുള്ളത് ഇങ്ങനെ മസിൽ പിടിച്ച് പത്രക്കാര് അടുത്ത ചോദ്യം ചോദിക്കുമ്പോൾ ഇല്ല സമയമായി അല്ലെങ്കിൽ ഇറങ്ങിപ്പോ എന്നൊക്കെ പറഞ്ഞു പോകുന്ന പ്രസിഡന്റ് അല്ല. അപ്പൊ അപ്പൊ നമ്മളുടെ പുതിയ സർക്കാരിനോടും പുതിയ മുഖ്യമന്ത്രിയോടും അപേക്ഷിക്കാം, ഒരു മൈക്ക് എല്ലാവരും വിളിച്ചോടുത്ത് ലെറ്റ്സ് ടോക്ക് അബൌട്ട് സെക്സ്. നിങ്ങൾ അങ്ങനെ അതിനെ നിങ്ങൾ ആ ഒരു വാക്കിന്റെ പേരിൽ അതിനെ അങ്ങനെ പറയില്ലല്ലോ. നിങ്ങൾ ഇപ്പോഴത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം നിങ്ങൾ കാണും. അദ്ദേഹം എന്ത് വളരെ സ്വീറ്റ് ആയിട്ട് വളരെ ഫണ്ണി ആയിട്ടാണ് അല്ലെ കഴിഞ്ഞ ദിവസമുള്ള അദ്ദേഹത്തിന്റെ എന്ത് പ്ലസന്റ് ആണ് അദ്ദേഹം പ്രസന്റ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പൊ ഒരു ഭരണാധികാരി അങ്ങനെ ആകണം. അതുകൊണ്ട് ഇപ്പം കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശൻ നാളെ എന്തും വിളിച്ചു പറയാമെന്നുള്ളതല്ല. ഇപ്പൊ പ്രസിഡന്റ് ട്രംപ് എന്ന് നിങ്ങൾ ഈ ട്രംപും കേരള മുഖ്യമന്ത്രിയായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ കേരളത്തിൽ ഒരു ചർച്ച നടക്കുന്നതുകൊണ്ടാണ് എപ്പോഴും കേരളത്തിന്റെ കാര്യം പറയുന്നത്. ഓക്കെ, അമേരിക്കൻ പ്രസിഡന്റിനെ കുറിച്ച് എല്ലാവരും പണ്ട് വെച്ചിരുന്ന ഒരു പിക്ചറുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഇങ്ങനെ മസിൽ പിടിച്ച് എഴുതി കൊടുക്കുന്ന സാധനം മാത്രം വായിക്കുന്ന. ട്രംപ് അങ്ങനെയുള്ള ഒരാളല്ലെന്നേ. ഞാൻ നിങ്ങളോട് പലതവണ പറഞ്ഞില്ലേ, നിങ്ങൾ ട്രംപ് അങ്ങനെയുള്ളവരാ, നിങ്ങൾ അങ്ങനെ അദ്ദേഹത്തെ കാണണ്ട. അദ്ദേഹം നമുക്കൊന്ന് പര്യവസാനിപ്പിക്കാം. ഇത് പര്യവസാനം ഉണ്ടായില്ല. ഇദ്ദേഹം നിങ്ങൾ രണ്ടുപേരും ആയിക്കോട്ടെ, നിങ്ങൾ രണ്ടുപേരും 80ാമത്തെ വയസ്സിൽ ലോക പോലീസ് കളിക്കുന്ന അമേരിക്കയുടെ പ്രസിഡന്റ് 80ാമത്തെ വയസ്സിലും നിങ്ങൾ എടുക്കുന്നതിനെക്കാട്ടി കൂടുതൽ പണിയാണ് എടുക്കുന്നുണ്ട്. 5 മണിക്കൂർ ഒരു ദിവസം പറഞ്ഞോട്ടെ, ഞാൻ എന്നെ പറയാനായിരുന്നു. 80ാമത്തെ വയസ്സിലും ലോക പോലീസ് കളിക്കുന്ന അമേരിക്കയുടെ പ്രസിഡന്റ് നമുക്ക് സെക്സിനെ പറ്റി സംസാരിക്കാം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ യുവത്വത്തെ നമ്മൾ അംഗീകരിക്കുന്നു തീർച്ചയായിട്ടും. പക്ഷേ ആ യുവത്വം വെച്ച് തന്നെ ലോകത്ത് അദ്ദേഹമായിട്ട് ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങൾ പരിഹരിക്കണം. ഒരുപാട് ആൾക്കാർ സഫർ ചെയ്യുന്നുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തൽക്കാലം നമുക്ക് നിർത്താം. നന്ദി, നമസ്കാരം. നമുക്ക് തുടരാം. ഇനിയും തുടരും.